ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഇവർ സ്വയം അവരോട് തന്നെ സംസാരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് അവർ അഫർമേഷൻസ് പറയുകയാണ്. അതായത് സ്വന്തമായിട്ട് അവരോട് തന്നെ അഫർമേഷൻസ് പറയുകയാണ്. അതായത് എൻ്റെ ജീവിതത്തിലെല്ലാം നേരെയാക്കണം, ഞാനും എൻ്റെ പാർട്ട്ണറും ഒരുമിച്ചാവണം, അങ്ങനെയൊക്കെ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് ഇല്ല. അങ്ങനെ സ്വയം അവരോട് തന്നെ അവർ പറയുകയാണ് അഫർമേഷൻസിലൂടെ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒറ്റയ്ക്ക് സംസാരിക്കണം അവരോട് തന്നെ. ഇവിടെ നിങ്ങൾ അഫർമേഷൻസ് പറയുന്ന പോലെ തന്നെ ഇവരും അഫർമേഷൻസ് പറയുക എന്നത് എന്തെന്ന് വെച്ചാൽ, അതായത് നിങ്ങളുടെ ഓർമ്മകൾ ഇവർക്ക് ഭയങ്കരമായിട്ട് വരികയാണ്. അപ്പോൾ ഇവർ വിചാരിക്കുന്നത് നിങ്ങളും ഇതേ സെയിം എനർജിയിലായിരിക്കും ഇപ്പോൾ ഉള്ളത്. ഈ ഒരു രാത്രി ടൈമിൽ നിങ്ങളിപ്പോഴും അവർ അതേപോലത്തെ എനർജിയിലാണ് ഉള്ളത് എന്നാണ്. ഇവിടെ നിങ്ങൾ തമ്മിൽ ഒന്നായിരുന്നപ്പോൾ ഇവർ നിങ്ങൾക്ക് ഒരു വാല്യൂ ഒന്നും തന്നെ തന്നില്ല, ഒരു റെസ്പെക്റ്റോ ഒന്നും തന്നെ തന്നില്ല. പക്ഷേ നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ആയപ്പോഴാണ് ഇവർക്ക് നിങ്ങളുടെ ആ ഒരു വാല്യൂ മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവർ ചിന്തിക്കുകയാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ തമ്മിൽ ഒന്നായാൽ മതിയെന്ന്. അത് കാരണം നിങ്ങളുടെ ആ ഒരു വർത്ത് എന്താണെന്ന് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കി. ഇവിടെ ഏതൊരു ബന്ധമാണോ ദിവസം കഴിയും തോറും സ്ട്രോങ് ആയി മാറിക്കൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ വിചാരിക്കുക നിങ്ങളെ ഭഗവാൻ ഒന്നിപ്പിച്ച് ചേർത്തതാണ്. ഈ ഒരു ജേണി നിങ്ങൾ തമ്മിൽ നേരത്തെ രചിക്കപ്പെട്ടതാണ് എന്ന്. ഓരോ ദിവസം കഴിയും തോറും റിലേഷൻഷിപ്പ് ടോക്സിക് ആയിട്ട് മാറുന്നുണ്ട് എങ്കിൽ ആ റിലേഷൻഷിപ്പ് ഒരിക്കലും നിങ്ങൾക്ക് നല്ലതല്ല തരുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുക. കാരണം ടോക്സിക് ആയിട്ടുള്ള, അതായത് ഓരോ ദിവസവും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചുമ്മാ ടോക്സിക്കായിട്ട് ചീത്ത പറയുന്നു, അടിക്കുന്നു, ഉപദ്രവിക്കുന്നു, നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നു, നിങ്ങളുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരുടെ കാര്യം ശ്രദ്ധിക്കുന്നില്ല, അവർക്ക് അവരുടെ വഴി, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, അങ്ങനെയൊക്കെയാണ് ഉള്ളത് എങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ വന്ന് കർമ്മഫലമാണ്, അത് അനുഭവിച്ചേ പറ്റത്തുള്ളൂ. അത് ടോക്സിക്കായിട്ട് റിലേഷൻഷിപ്പാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷേ മറിച്ച് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സ്നേഹം കൂടി വരികയാണ്. ഒരാൾക്ക് മറ്റൊരാളെ കാണാതിരിക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾ തമ്മിലൊരു റെസ്പെക്റ്റും വാല്യൂ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തരുന്നു, എല്ലാം കൂടുകയാണ്. എങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ജേണി നേരത്തെ ഭഗവാൻ രചിക്കപ്പെട്ടതാണ് എന്ന് വിചാരിക്കുക. ഡേ ബൈ ഡേ സ്നേഹം കൂടുന്നതാണ് റിലേഷൻഷിപ്പ്, അല്ലാതെ സ്നേഹം കുറഞ്ഞ് ഏത് സമയവും കണ്ണീരും വിഷമവും മാത്രമുള്ളതല്ല റിലേഷൻഷിപ്പ്. അതായത് നിങ്ങളിപ്പോൾ സുഖമില്ലാതെ കിടക്കുകയാണ്, പക്ഷേ നിങ്ങളുടെ പേഴ്സണ് ഒരു താല്പര്യവുമില്ല, അവർക്കൊരു കുഴപ്പവുമില്ല, അവർ ജോളിയായിട്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരു റെസ്പെക്റ്റോ ഒരു കെയറോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അവരുടെ ഫാമിലിക്കും അതേപോലെ തന്നെ നിങ്ങളോട് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളത് നിങ്ങളെ അതിൽ നിന്ന് പുറത്തു വരുവാൻ വേണ്ടി ഭഗവാൻ കാണിച്ചു തന്ന കാര്യങ്ങളാണത്. ഇത് നിങ്ങൾക്ക് ചേർന്ന ബന്ധമല്ല എന്ന് ഭഗവാൻ കാണിച്ചു തരുന്ന ഓരോ സൂചനകളാണത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഡേ ബൈ ഡേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് താഴേക്കാണ് പോകുന്നത്, മുകളിലോട്ടല്ല വരുന്നത്. അങ്ങനെയുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ കാർമിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതായത് കർമ്മബന്ധം കൊണ്ട് ഒന്നായവരാണ് നിങ്ങൾ. അവരുമായിട്ട് എന്തോ ഒരു ബന്ധം കാർമിക് ഉണ്ട്. ആ ഒരു കർമ്മബന്ധം പൂർത്തിയായാൽ നിങ്ങൾ പരസ്പരം റിലീസായി പോകും. ഇവിടെ ട്രൂ ലവ് ആണെങ്കിൽ അങ്ങനെ ഒരിക്കലും ഉണ്ടാവത്തില്ല. ട്രൂ ലവിൽ നിങ്ങൾ സെപ്പറേഷനായിട്ട് ഇരിക്കുകയാണ് എങ്കിൽ ബ്ലെസ്സിങ് ആയിരിക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത്. പക്ഷേ കാർമികമായിട്ടുള്ള ആൾക്കാർ സെപ്പറേഷനായിട്ട് ഇരിക്കുകയാണ് എങ്കിൽ ഒരാൾ മറ്റൊരാളെ കുറിച്ച് ഒരു ചിന്തയും ഒരു കെയറും ഒന്നും തന്നെ വയ്ക്കത്തില്ല. ദിവസം തോറും ഇങ്ങനെ ടോക്സിക്കായിട്ട് മാറിക്കൊണ്ടേ ഇരിക്കുക റിലേഷൻഷിപ്പ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ കാര്യം നോക്കുകയാണ് എങ്കിൽ ഇവിടെ അവർക്ക് നിങ്ങളുടെ വർത്ത് എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞു. ഇവിടെ ഇവരുടെ ആ ഒരു തെറ്റ് കാരണമാണ് നിങ്ങളും ഇവരും തമ്മിൽ സെപ്പറേഷൻ ആയത് എങ്കിൽ ഇവിടെ നിങ്ങളോട് മാപ്പ് ചോദിക്കാൻ വരെ ഇവർ തയ്യാറായിട്ടാണ് ഉള്ളത്. ഇവരുടെ ഡീപ്പസ്റ്റ് ഫീലിംഗ് നോക്കുമ്പോൾ നിങ്ങളോട് മാപ്പ് ചോദിക്കാൻ തയ്യാറാണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു പക്ഷേ ഇനി നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് തെറ്റ് സംഭവിച്ചത്, സെപ്പറേഷൻ ആവാൻ കാരണം നിങ്ങളാണ് എങ്കിൽ നിങ്ങളോട് ഇവർ ക്ഷമിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ വർത്ത് എന്താണെന്ന് ഇവർക്ക് മനസ്സിലായി. അപ്പോൾ പരസ്പരം പ്രേ ചെയ്യുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ഇവർ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാകും, മാരേജിന് മുമ്പായിട്ട് പബ്ലിക്കായിട്ട് ഒരു സ്ഥലത്ത് വെച്ചും കാണത്തില്ല എന്നൊക്കെ നിങ്ങൾ റൂൾസ് വച്ചിട്ടുണ്ടാവും നിങ്ങളുടെ പേഴ്സണോട്. അതായത് ആ ഒരു സമയം ഇവർക്ക് നിങ്ങളുടെ വാക്കുകൾ ഭയങ്കര വിഷമം തോന്നി.
ഇനി നിങ്ങൾക്ക് ഇവരോട് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇവരോട് സ്നേഹമില്ലേ? അതുകൊണ്ടാണോ പബ്ലിക്കായിട്ട് കാണണ്ട എന്നൊക്കെ പറയുന്നത്? അങ്ങനെയൊക്കെ ഇവർക്ക് ആ സമയം നിങ്ങൾ ഇങ്ങനെ റൂൾസൊക്കെ ഒത്തിരി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വച്ചപ്പോൾ തോന്നി ഇവർക്ക്. ഇവിടെ നിങ്ങൾക്കിടയിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് നല്ലതിന് വേണ്ടിയായിരുന്നു എന്നാണ് ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത്. അതായത് ഇവർക്ക് ഇപ്പോൾ മനസ്സിലായത് എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ നല്ലൊരു ഫാമിലിയിലുള്ള ഒരു ആളാണ്. അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ മുമ്പ് വെച്ച് കാണണ്ട എന്നുള്ള രീതിയിൽ നിങ്ങൾ റൂൾസ് പറഞ്ഞത്. അപ്പോൾ അവർക്കത് ഭയങ്കര ദേഷ്യവും വിഷമവും തോന്നി നിങ്ങളോട്. പക്ഷേ ഇപ്പോൾ ഇവർക്ക് മനസ്സിലായി. ഇവിടെ ഇവർ നിങ്ങളിൽ നിന്ന് ദൂരെയാണെങ്കിലോ നിങ്ങൾ ഇനി എന്തെങ്കിലും ബൗണ്ടറി ഇവർക്ക് മേൽ സെറ്റാക്കി വച്ചിട്ടുണ്ടെങ്കിലോ അപ്പോഴെല്ലാം നിങ്ങളോടുള്ള സ്നേഹം കൂടുകയാണ് ചെയ്തത് നിങ്ങളുടെ പേഴ്സണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു രാത്രി ടൈം പീരീഡിൽ ഫിസിക്കൽ അട്രാക്ഷൻ നിങ്ങളുടെ പേഴ്സണ് കൂടുതലായിട്ടുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളോട്. കൂടാതെ നിങ്ങളുമായിട്ട് ഡേറ്റിങ്ങിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. എവിടെയെങ്കിലും നിങ്ങളുമായിട്ട് കുറേ സമയം സ്പെൻഡ് ചെയ്യണം, ലഞ്ചിന് പോവുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും കറങ്ങാൻ പോവുക അങ്ങനെ ഒരു ആഗ്രഹം ഇവർക്കുണ്ട്. അപ്പോൾ ഇതാണ് ഇവരുടെ ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ഫീലിംഗ്. ഇനി ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആക്ഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ആൾക്കാരും ഫാമിലിയും, ഇല്ലെങ്കിൽ ഈ ഒരു സമൂഹം, ഇല്ല എങ്കിൽ ഇവർ നിങ്ങളും തമ്മിലുള്ള എന്തെങ്കിലും ഡിഫറൻസ്, ഏജ് ഡിഫറൻസ്, കാസ്റ്റ്, കൾച്ചർ, ട്രഡീഷൻ, അങ്ങനെ എന്തെങ്കിലും ഡിഫറൻസസ് ഉണ്ടാവും, സ്റ്റാറ്റസ് അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊക്കെയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർ മാക്സിമം കൺവിൻസ് ആക്കാൻ നോക്കും. ഇവിടെ ഫാമിലി അല്ലെങ്കിൽ അതർ സിറ്റുവേഷനെ കൺവിൻസ് ആയില്ല എങ്കിൽ ഇവർ ഐസൊലേഷനിൽ ഇരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഐസൊലേഷനിലായിട്ടിരുന്നിട്ട് ഇവർ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ മൂവ് ഓൺ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ 1-1ൻ്റെ ആ ഒരു വൈബ്രേഷൻ പറയുന്നത് നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് ആണ്. അതായത് ഇവർ നിങ്ങളെ മാനിഫെസ്റ്റേഷൻ ചെയ്യാണ്, നിങ്ങളെ ഇവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് ഉണ്ടാവണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ എന്തോ ഒരു കാര്യം അവസാനിപ്പിക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരു ഡാർക്ക് എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം എന്തെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചാലല്ലേ ഒരു പുതിയ തുടക്കം കുറിക്കാൻ ഇവരെ കൊണ്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ 5 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. വരാൻ പോകുന്ന 25 അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് ഈ റീഡിങ് റെസൊണേറ്റ് ആകുന്നതാണ്. അപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ ചില ആക്ഷൻസ്, ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു ഡാർക്ക് ആയിട്ടുള്ള എനർജിയിൽ പോയാലും കുറച്ച് സമയം കഴിയുമ്പോൾ ഇവർ നല്ല പോസിറ്റീവായിട്ടുള്ള എനർജിയിലേക്ക് തിരികെ വരുന്നതായിട്ടും കാണാൻ സാധിക്കും. സ്വന്തമായിട്ട് ഹീലായിട്ട് പുറത്ത് വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻസോ സ്റ്റാൻഡോ എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതുകൂടാതെ ഫാമിലി ഇഷ്യൂ, തേർഡ് പാർട്ടി ഇഷ്യൂ റീസോൾവ് ആകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഈ ഒരു ടൈം പീരീഡിൽ. ഇതുകൂടാതെ ഇവർ കുറച്ചൊന്ന് ഓവർ തിങ്കിങ് ആയിട്ട് ഇരിക്കും, മൂഡ് കുറച്ച് മോശമായിരിക്കും. ആ ഒരു സമയം നിങ്ങൾ ഇവരുടെ എനർജി ബാലൻസ് ആക്കി കൊണ്ടുപോകേണ്ടതാണ്. നിങ്ങൾ ഒരിക്കലും ആവശ്യമില്ലാതെ ഇവരോട് വഴക്കിടാൻ പോകരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ. ഇനി ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ തോൽവിയിൽ വർക്ക് ചെയ്യുവാനാണ് ഏഞ്ചൽസ് പറയുന്നത്. ഫെയിലിയർ ആലോചിച്ച് ഒരിക്കലും വിഷമിക്കരുത്. കുറച്ചും കൂടെ ബെറ്ററായിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. എവിടെയാണോ തോറ്റത് അത് കണ്ടുപിടിച്ച് കുറച്ചും കൂടെ ബെറ്ററായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ശ്രദ്ധാപൂർവം ചെയ്യുവാനാണ് ഏഞ്ചൽസ് പറയുന്നത്. എന്ത് നെഗറ്റീവ് സിറ്റുവേഷൻ കണ്ട് ഒരിക്കലും പേടിക്കരുത്. ഫിയർ ഒരിക്കലും മാനിഫെസ്റ്റേഷൻ ചെയ്യരുത്. എന്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിലും അത് ഡിവൈൻ്റെ ഇടപെടലോടെ സംഭവിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് നേരിടാനുള്ള ആ ഒരു ശക്തി നമ്മളുടെ ഉള്ളിൽ നമ്മൾ കൊണ്ടുവരേണ്ടതാണ്. ഇന്നർ മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യേണ്ടതാണ്. അതായത് നമ്മുടെ ഉള്ളിലെ ആ ഒരു ശക്തിയെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കും ഇന്നത്തെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.